നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിട്ടം നാളിൽ ജനിച്ചവർക്ക് രണ്ട് തരത്തിൽ ബാധിക്കും. അവിട്ടം മകരക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം മാറുന്നത് 7-ലോട്ടും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് 6-ലോട്ടുമാണ്. ഈ രണ്ട് മാറ്റങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ ഉച്ചക്ഷേത്രമായ കർക്കടകത്തിലോട്ട് വ്യാഴം വരികയാണ്. അതുകൊണ്ട് സാമാന്യമായിട്ട് രണ്ടു കൂട്ടർക്കും ഗുണം കിട്ടും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പുരോഗതി ഉണ്ടാകും, നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. സാമ്പത്തികമായി വളരെ വിപുലമായ പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. സമ്പൽ സമൃദ്ധി നേടും. പുതിയ വീട് വാങ്ങാൻ അവസരമുണ്ടാകും. വസ്തുവാഹനാദികൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് ആരംഭിക്കാൻ കഴിയും. ഒരു കൃത്യനിഷ്ഠയോടുകൂടി പണി തീർത്ത് പണി പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും നിങ്ങളെ കൊണ്ട് പറ്റും. കച്ചവടക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകും, ധനലാഭം കൈവരിക്കും. എല്ലാ വിധത്തിലുമുള്ള അഭിവൃദ്ധി കച്ചവടക്കാർക്ക് കിട്ടും. നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ ശ്രമിക്കണം. കൂടുതൽ വിപുലമായ രീതിയിൽ ബിസിനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ അവസരമുണ്ടാകും. വിവാഹ ആലോചനകളിൽ ഉടനെ തീരുമാനമാകാൻ ഇടയുണ്ട്. ഔദ്യോഗിക മേഖലകളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോഴുള്ളത്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ ഗുണങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടം, പുരോഗതി ഇതെല്ലാം ഉണ്ടാകും. മനസ്സിന് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ്. ആനന്ദകരമായ മാറ്റങ്ങൾ പലതും ഉണ്ടാവുകയാണ്. ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കുക. സമഗ്രമായ രാശിചിന്തയിലൂടെ വ്യാഴപ്രീതികരമായ നല്ല അനുഷ്ഠാനങ്ങൾ കണ്ടെത്തി ചെയ്യുക.